കൊല്ലം കടക്കലിൽ കൈവിലങ്ങുമായി പ്രതികൾ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയി. മോഷണക്കേസ് പ്രതികളായ സൈദലവി, അയൂബ് ഖാൻ എന്നിവരാണ് ചാടിപ്പോയത്. തെളിവെടുപ്പ് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ആണ് സംഭവം. അരുൺ രാജുണ്ട് കൊല്ലത്തുനിന്ന് വിവരങ്ങളുമായി. അരുൺ, ഇത് എങ്ങനെയാണ് ഈ പ്രതികൾ ചാടിപ്പോയത്? എന്താണ് പോലീസ് പറയുന്നത്? വിശദാംശങ്ങൾ എന്തൊക്കെ? ജി.കെ. ഇന്ന് പുലർച്ചെ 4:30 സംഭവം നടക്കുന്നത്. കൊല്ലം കടക്കൽ ചൂണ്ട ചെറുകുളത്തെത്തിയപ്പോഴാണ് ഈ വാഹനം നിർത്തണം എന്ന് പ്രതികൾ ആവശ്യപ്പെടുകയായിരുന്നു. മൂത്രമൊഴിക്കാൻ വാഹനം നിർത്തണമെന്നായിരുന്നു പ്രതികളുടെ ആവശ്യം. ഇത് മനസ്സിലാക്കിയ പോലീസ് ഈ സ്ഥലത്ത് വാഹനം നിർത്തിയ ഉടനെ ഈ കൈവിലങ്ങുമായി പ്രതികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. സ്ഥലത്ത് പോലീസ് ആ സമയത്ത് വലിയ പരിശോധന നടത്തി. പക്ഷേ പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. നെടുമങ്ങാട് സ്വദേശിയായ സെയ്ദലവിയും വഞ്ചിയൂർ സ്വദേശിയായ അയൂബ് ഖാനുമാണ് രക്ഷപ്പെട്ടത്. പാലോട് പോലീസ് സ്റ്റേഷനിലെ മോഷണ കേസിലെ പ്രതികളാണ് ഇരുവരും. ഈ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തിയ ശേഷം തിരിച്ചു വരികയായിരുന്നു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. പക്ഷേ ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ സ്ഥലത്ത് വ്യാപകമായ രീതിയിൽ പരിശോധന നടത്തിയെങ്കിലും പ്രതികളെ കണ്ടെത്താത്തതിനെ തുടർന്ന് ഇപ്പോൾ വിവിധ സ്റ്റേഷനുകളിലെ പോലീസുകൾ ഈ സ്ഥലത്തെല്ലാം പരിശോധന തുടരുകയാണ്. ഒരു കൈവിലങ്ങിലാണ് ഇരു പ്രതികളെയും ബന്ധിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ദൂരം ഈ പ്രതികൾ പോകാൻ ഇടയില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷേ നിലവിലെ അന്വേഷണത്തിൽ പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രതികൾക്ക് പ്രാദേശികമായി എവിടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒളിസങ്കേതത്തിൽ ഇരിക്കുകയാണ് എന്നുള്ളതാണ്. ഇത്തരം സ്ഥലത്ത് വിശദമായ പരിശോധന തുടരുകയാണ്. ശരി, അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.